പലിശ്ശേരിയുടെ വർക്ക് ചെയ്തേക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായും പ്രായമല്ല, അതിന്റെ ടാലന്റാണ്. 3 വയസ്സായിട്ടുള്ളൂ. നല്ലൊരു മൂവിയാണ്. ഒരു 24 വയസ്സായിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കഴിവാണ് ഇതിൽ മൊത്തം. അത് 24 വയസ്സ് പറഞ്ഞപ്പോൾ കുറയ്ക്കാൻ പറ്റില്ല, അത്രയും കഴിവായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹക്കീം ഫസ്റ്റത്തെ നടനായിട്ട് വരുന്നൊരു മൂവി എന്ന നിലയിൽ നോക്കുമ്പോൾ ഈസ് അമേസിങ്. മാസൊക്കെ ഒരുമാതിരി വെച്ചാൽ വലിച്ചെറിഞ്ഞേക്കും. അടിപൊളി മാസ് മൂവിയാണ്. വില്ലനും പറയാൻ പറ്റില്ല. വില്ലന്റെ നമ്മുടെ മോഹൻലാലിന്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെ ഒക്കെയാണ് വില്ലനായിട്ട് കണ്ടിട്ടുള്ളത്. ഹക്കീമിന്റെ കൂടെ കാണുമ്പോൾ ഹക്കീം അതിനൊപ്പം പിടിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിൽ പുതുമുഖങ്ങളായിട്ട് വന്ന ആൾക്കാരായിക്കോട്ടെ, നല്ലൊരു രസമുണ്ട്. മറ്റേ ഫായിസ് എന്ന് പറഞ്ഞ പുള്ളിയാണെങ്കിലും അവനും നല്ല രസം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എനിക്കൊരു ഇമോഷണൽ മൂവിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ആക്ഷൻ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ഗൂസ് ബംസ് വരുന്ന സീൻസ് അതിലുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് ടൈറ്റിൽ എഴുതി വരുന്ന രീതി സംതിങ് ഡിഫറെന്റ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും മൂവി പോയി വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യണം. അങ്ങനൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞില്ല. നല്ല ഫൈറ്റാണ്, നല്ല മ്യൂസിക്കാണ്. ലൈക്ക് ഗുഡ് മൂവി, ഫീൽ ഗുഡ് മൂവി. ഹക്കീമിൻ്റെ ഒരു വെറൈറ്റി ക്യാരക്ടർ ഇതുവരെ നമ്മൾ കണ്ടേക്കുന്നൊരു ഹക്കീമല്ല ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. മേക്ക് ഓവർ അടിപൊളിയായിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇനി വളർന്നു വരുന്ന യുവതാരനിരയിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു നടനായിരിക്കും ഹക്കീം എന്ന് നോ ഡൗട്ട്. ഹാരിസ് ദേശവനാണെങ്കിലും ജാഫർ ഇടുക്കിയൊക്കെ ആണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളിയായിട്ട് ആ പടത്തിൽ ആ ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്നതിൻ്റെ റോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മോശമില്ലാത്ത നല്ലൊരു പടം തന്നെയാണ് കടയെന്ന് പറയുന്നത്. ഒരു മേക്ക് ഓവറിൽ പടം പിടിച്ചിട്ടുണ്ട്. അത് പല്ലിശ്ശേരിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ, ലിജോയുടെ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ. അപ്പോൾ ലിജോ പല്ലിശ്ശേരിയുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായും പ്രായമല്ല, അതിന്റെ ടാലന്റാണ്. 3 വയസ്സായിട്ടുള്ളൂ. നല്ല മെച്യൂരിറ്റിയോട് കൂടി ഓരോ ഷോട്ടും ചെയ്തിട്ടുണ്ടെന്ന് നല്ലൊരു ആവിഷ്കാര രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്തൊരു ചിത്രം. ക്യാമറയും നല്ല രസമായിട്ടുണ്ട്. ക്യാമറയും നല്ലതായിരുന്നു. ക്യാമറ അസലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ഷോട്ട്സുകളൊക്കെ ഭയങ്കര രസമല്ലേ. നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ കണ്ടോണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് അഭിപ്രായം. അതേപോലെ ഇതിന് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തീം, നല്ലൊരു കഥ, നല്ലൊരു സന്ദേശമാണ്. ഓക്കെ ഓക്കെ സാർ, സാറിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ താങ്ക് യു. നല്ല സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സന്ദേശമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിച്ചോടത്തുന്നുള്ളൊരു സന്ദേശം. ഇതിനെ നമ്മൾ സധൈര്യം നേരിടും. വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുത്തതാണ്. ഭയങ്കര കറക്റ്റ് നിലമ്പൂർ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട്. ഫായിസും ലൈക്ക് ഫസ്റ്റ് ഫിലിമാണ് ഫായിസിന്റെ. പക്ഷേ ഭയങ്കര രസമാണ്. നല്ലൊരു കോമഡി ക്യാരക്ടർ പോലെയാണ് ചെയ്യണത്. പക്ഷെ എൻഡിൽ അങ്ങനത്തെ ട്വിസ്റ്റും ഉണ്ട്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീമിന്റെ സ്റ്റേജിൽ വരുമ്പോൾ മറ്റേ സാധനം